സീറ്റ് നേടി മൂന്നാം തവണയും അധികാരം പിടിക്കുമെന്ന LDFന്റെ കണക്കുകൂട്ടലിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നിട്ടില്ല എന്ന് വിലയിരുത്തിയാണ് ഭരണം നിലനിർത്താമെന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയത്. ഏത് തിരിച്ചടിയിലും ജയിച്ചു കയറാൻ പാകത്തിൽ 50-ലേറെ സീറ്റുകൾ ഉണ്ടെന്നാണ് CPIMന്റെ അനുമാനം. കനത്ത മത്സരം നടന്ന ചില സീറ്റുകൾ കൂടി പിടിച്ചാൽ ഭരണം നിലനിർത്താമെന്നും പാർട്ടി നേതൃത്വം കരുതുന്നുണ്ട്. അപ്പോഴും 90 സീറ്റിന് മുകളിൽ നേടുമെന്ന പാർട്ടി സെക്രട്ടറിയുടെ കണക്ക് എത്രത്തോളം ആധികാരികമാണെന്നാണ് ന്യൂസ് ആംഗിൾ ഇന്ന് പരിശോധിക്കുന്നത്. അർജുൻ രാജു വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ പാർട്ടി തിരഞ്ഞെടുപ്പിന് ശേഷം കണക്ക് കൂട്ടലുകൾ നടത്തിയിരുന്നു, പാർട്ടി സെക്രട്ടറി അടക്കം. പക്ഷെ അതെല്ലാം അടപടലം പൊളിഞ്ഞുപോയി. ആ ഒരു അനുഭവം അത് പാർട്ടിക്ക് മുന്നിലുണ്ട്. ആ കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്നൊരു അനുഭവം പാർട്ടിക്ക് മുന്നിലുണ്ട്. പിന്നാലെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് SIR കാരണമാണ് പോളിംഗ് ശതമാനം കൂടിയതെന്ന് പറയുമ്പോഴും അത് എത്ര കണ്ട് ശരിയാണ് നമുക്ക് ഇനിയും അറിയില്ല. പക്ഷേ പാർട്ടി നേരത്തെ 110 സീറ്റ് പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് 90ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും തുടർ ഭരണം ഉറപ്പെന്ന് പറയുന്നതിന് പിന്നിലെ ആ ഒരു കോൺഫിഡൻസ് എന്താണ്? സേതു, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം CPMന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകളൊക്കെ പൊളിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് പണ്ടൊക്കെ പറയും CPMന്റെ കണക്കിനായി കോൺഗ്രസ് വരെ കാത്തിരിക്കും, കാരണം അതിൽ ഏറെക്കുറെ ശരിയാകും എന്നുള്ളൊരു വിചാരം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അടിത്തട്ടിലെ വോട്ടർമാരിൽ നിന്ന്, അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, നേതാക്കളിൽ നിന്നൊക്കെ എടുക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് CPM ഒരു അനുമാനത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിലടക്കം സ്വരാജിനെ അടക്കം മത്സരിപ്പിച്ച നിലമ്പൂരിലടക്കം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ കണക്ക് കൂട്ടലുകളല്ല യാഥാർത്ഥ്യമായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആ ഒരു മുൻ അനുഭവം CPMന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ പാർട്ടി കർശനമായി നിർദ്ദേശിച്ചത് ഉറപ്പുള്ള വോട്ടുകൾ മാത്രം ചേർത്ത് റിപ്പോർട്ട് നൽകിയാൽ മതി എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു സംശയത്തിൻ്റെ മുന ബാക്കിയുണ്ടെങ്കിൽ ആ വോട്ട് രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് CPIM നൽകിയിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിവിധ കമ്മിറ്റികൾ റിപ്പോർട്ട് ശേഖരിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. അത് പരിശോധിച്ച ശേഷമാണ് ഈ 90 സീറ്റ് എന്ന അവകാശവാദത്തിലേക്ക് CPIM എത്തുന്നത്. അതിൽ ഈ പറഞ്ഞ അത്രയും വലിയൊരു ഇതിലേക്ക്, അത്രയും വലിയ സീറ്റുകളിലേക്ക് CPIM എത്തുമോ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ തുടർഭരണം ഉണ്ടാകും എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ കോൺഫിഡൻസിന് അത് ഉണ്ടാകില്ല എന്ന് പറയത്തക്ക കാര്യങ്ങൾ നമുക്ക് മുന്നിലുമില്ല. കാരണം പ്രത്യേകിച്ച് UDF അതിന് സമാനമായി 110 സീറ്റ് അല്ലെങ്കിൽ തിളക്കം മാറുന്ന വിജയം എന്ന് പറയുന്നതിന് പോലെയുള്ള അവകാശവാദമായി LDFൻ്റേത് കാണാം. അതിൽ ഏതാണ് യാഥാർത്ഥ്യമാകുക എന്നുള്ള കാര്യം മെയ് 4-ന് നമുക്ക് അറിയാനും കഴിയും. പക്ഷേ തന്നെയാണ് അർജുൻ, ഇപ്പം കൂട്ടിക്കിഴിക്കലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫൈനൽ റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ മെയ് 4-ാം തീയതി വരെ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ.